ശ്രീ ടി പി ശ്രീനിവാസൻ, ഇവിടെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഒരു പ്രധാനപ്പെട്ട ആ നിലയിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണം വളരെ പ്രധാനമായി വരില്ലേ? അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുതാത്തതാണ്. എല്ലാ നിയമങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ എയർഫോഴ്സിനും അത് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു പ്ലെയിനിൽ ഇത്ര ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ പോകാൻ പാടില്ല. അതൊരു തെറ്റായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഒരു ചെറിയ ഫ്ലൈറ്റാണ്, അത്ര ദൂരമൊന്നുമില്ല. അസർബൈജാനിൽ നിന്ന് വരുന്നതാണല്ലോ. അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു റിസ്ക് എടുത്തത്. മറ്റ് പ്ലെയിനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. മൂന്ന് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ജൂനിയർ ഓഫീസേഴ്സ് ആയിരുന്നു. ഇത് ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് ഫോറിൻ മിനിസ്റ്റർ കൂടി അതിൽ ചേർന്നതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പക്ഷേ അതൊരു ജനറൽ റൂളാണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അല്ലെങ്കിൽ പ്രസിഡൻറ്റും ഫോറിൻ മിനിസ്റ്റർ അങ്ങനെ ഒന്ന് യാത്ര ചെയ്തുകൂടാ എന്ന ഒരു ഒരു നിയമം തന്നെ ഉണ്ട് ലോകരാജ്യങ്ങൾക്കെല്ലാം. അപ്പോൾ അതിനെന്ത് വ്യത്യാസം വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കാം. പക്ഷെ അതിന് വേറൊരു രാജ്യം അത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും എന്ന് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ തോന്നുന്നില്ല നമുക്ക്. ആരോടും പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഈ പ്ലെയിനിൽ കയറി പോകണമെന്ന്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരും ഇൻസ്റ്റിഗേറ്റ് ചെയ്തതല്ല, ഒരു റോങ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭദ്രകുമാർ പറഞ്ഞപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ പറ്റി. എനിക്ക് അദ്ദേഹത്തെ പറ്റി അധികം അറിയാമായിരുന്നില്ല. ഇതിൻ്റെ മുമ്പത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു എനിക്കറിയാമായിരുന്നത്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കൂടെ പോവുക എന്നുള്ളത്, ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും റിസ്കി ആയിരുന്നു. പക്ഷെ മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, ഇറാനിൽ കുറച്ച് സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടായി ഇതുണ്ടായപ്പോൾ. ഈ പ്രസിഡൻറ്റ് കുറച്ച് സപ്രസ് ചെയ്യുന്ന ആളായിരുന്നു. ജഡ്ജായിട്ട് തന്നെ ഒരുപാട് ആളുകളെ തടങ്കലിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു സ്ത്രീയുടെ മരണത്തിൽ ഒരു വിമൻ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഇൻറ്റേർണലി കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കും. നേരത്തെ അറിയാം, പക്ഷേ ചിലരൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്ത് തന്നെ ചെയ്തു എന്നാണ് വാർത്തകൾ ഇപ്പോൾ ഉള്ളത്. അത് ഇറാനിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അതും ഒരു ആസ്പെക്റ്റ് ആയിരിക്കാം. ഒരു പക്ഷേ ആരെങ്കിലും ഇൻറ്റേർണലി തന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും ഭാവിയിൽ. അതിനേക്കാളുമൊക്കെ നമ്മൾ ഈ ഗ്ലോബൽ ഓർഡറിൽ വരുന്ന വ്യത്യാസം, അതുപോലെ അമേരിക്ക എങ്ങനെയാണ് ഇറാനെ വളരെ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ചബഹാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുകയും അതിനെ നമ്മളത് മീറ്റ് ചെയ്ത് അത് പാടില്ല, അത് അഫ്ഗാനിസ്ഥാനിലും കൂടി പ്രയോജനമുള്ളതാണെന്ന് പറയുകയും താലിബാനുമായിട്ട് ഇന്ത്യ ബന്ധപ്പെടുന്നു. അങ്ങനെ അമേരിക്ക ആ സാങ്ഷൻസ് വേണം എന്നുള്ള പറഞ്ഞിരുന്നതിൽ നിന്ന് പിന്മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായി മാറിയിരിക്കുന്നത്. പക്ഷേ ഇനി ഇപ്പോൾ വരുമല്ലോ, എല്ലാ കാര്യത്തിനും ഒരു റീഅറേഞ്ച്മെൻറ്റ്, ഒരു റീഓറിയൻറ്റേഷൻ പെട്ടെന്ന് വരും. അത് ലോകത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കതിനെപ്പറ്റി ഇപ്പോൾ ഗസ് ചെയ്യാൻ കഴിയില്ലല്ലോ. സെക്കൻഡ് ഗസ് ഇസ് നോട്ട് സോ ഈസി. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നു, ഇനി പഠിക്കുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുന്നു. അതായിരിക്കും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. Debate with M.V. Nikesh Kumar.